നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ഒരാളാണോ, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നതിനെ പറ്റി ആലോചിക്കുന്ന ഒരാളാണോ, അതുമല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എടുത്ത് വളരെ മോശമായിട്ട് ഉപയോഗിച്ച് ആകെ ഒരു ക്രെഡിറ്റ് ട്രാപ്പിൽ പെട്ട് കുടുങ്ങിയിരിക്കുന്ന ഒരാളാണോ? ഏതാണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്നതാണ്. ഇതിൽ ക്രെഡിറ്റ് കാർഡ് എങ്ങനെ ഉപയോഗിക്കണമെന്നും അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നും ഡിസ്അഡ്വാൻറ്റേജസ് എന്താണെന്നും അതിന്റെ ക്രെഡിറ്റ് ട്രാപ്പിൽ പെട്ടാൽ എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ളതിനെ പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇന്നത്തെ ഈ ഒരു കാലത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, നമ്മുടെ ചുറ്റും ബാങ്ക്സ് എല്ലാം നമ്മളെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്രെഡിറ്റ് കാർഡ് എടുക്കാനായിട്ട്. അതായത് മോളുകളിൽ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ഫോൺ വിളിച്ചിട്ടാണെങ്കിലും ഒക്കെ സ്ഥിരമായിട്ടും ബാങ്ക്സ് നമ്മളെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്രെഡിറ്റ് കാർഡ് എടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ ക്രെഡിറ്റ് കാർഡ് നന്നായിട്ട് ഉപയോഗിച്ച് ആ ക്രെഡിറ്റ് കാർഡിലൂടെ നമുക്ക് ആക്ച്വലി കിട്ടുന്ന ആ ഒരു ഫ്രീ മണി 50 ദിവസത്തേക്ക് തിരിച്ച് ഒരു ഇൻട്രസ്റ്റും കൂടാതെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ആ ഫ്രീ മണി എങ്ങനെ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാമെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വളരെ അൺഫോർച്ചുനേറ്റ്ലി ആയിട്ട് കൂടുതൽ ആൾക്കാരും ഇന്ന് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് കാശ് എടുത്തിട്ട് ഒരു ക്രെഡിറ്റ് ട്രാപ്പിൽ പെട്ടുപോകുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടും തന്നെ കാണുക, ഇങ്ങനൊരു ട്രാപ്പിൽ പെടാതിരിക്കാനും ക്രെഡിറ്റ് കാർഡ് വളരെ നന്നായിട്ട് ഉപയോഗിക്കാനുമായിട്ട്. ദി നെയിം ഈസ് sharique.samsudheen. വെൽക്കം ടു അനദർ വീഡിയോ. ക്രെഡിറ്റ് കാർഡിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും അത് എങ്ങനെ ഉപയോഗിക്കണമെന്നും എങ്ങനെ അതിന്റെ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടണമെന്നും എല്ലാം മനസ്സിലാക്കുന്നതിന് മുൻപ് വളരെ ബേസിക് ആയിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഡെബിറ്റ് കാർഡ് എന്താണെന്നും ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും ക്രെഡിറ്റ് കാർഡിന്റെ വിശദമായിട്ട് എന്താണെന്നും ഞാനൊന്ന് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തുകൊള്ളട്ടെ വളരെ ഈസി ആയിട്ട്. ഡെബിറ്റ് കാർഡ് എന്താണെന്ന് വെച്ചാൽ അതിന്റെ വാക്കിൽ തന്നെയുണ്ട്, ഡെബിറ്റ് ചെയ്യുകയാണ് ആ കാർഡ് വെച്ച് നമ്മൾ ചെയ്യുന്നത്. അതായത് ഈ ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്കിൽ എത്ര രൂപയുണ്ടോ ആ രൂപ നമ്മൾ ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കാർഡാണ്, ഒരു പ്ലാസ്റ്റിക് കാർഡിനെയാണ് ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അതായത് എന്റെ അക്കൗണ്ടിൽ 1 ലക്ഷം രൂപയുണ്ട് എന്ന് വിചാരിക്കുക. ആ 1 ലക്ഷം രൂപ എനിക്ക് എല്ലായിടത്തും അത് കൊണ്ട് നടക്കാൻ പറ്റില്ല. അതിന് പകരമായിട്ട് ഞാൻ എന്റെ ഡെബിറ്റ് കാർഡ് കൊണ്ട് നടക്കും. എന്നിട്ട് എവിടെയെങ്കിലും എനിക്ക് പൈസയുടെ ആവശ്യമുണ്ട് എങ്കിൽ ഞാൻ ATM-ൽ ചെന്നിട്ട് ഈ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ ഷോപ്പിംഗ് സെന്ററിൽ ചെന്നിട്ട് എന്റെ ഡെബിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്തുകൊണ്ട് എന്റെ അക്കൗണ്ടിൽ കിടക്കുന്ന 1 ലക്ഷം രൂപയെ ഞാൻ ഡെബിറ്റ് ചെയ്തെടുത്ത് ഞാൻ അത് ഇങ്ങോട്ട് എടുത്ത് ഉപയോഗിക്കും. ഇതിനെയാണ് ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അതായത് എന്റെ അക്കൗണ്ടിൽ എത്ര കാശുണ്ടോ അത് മാത്രമേ എനിക്ക് ഡെബിറ്റ് കാർഡിലൂടെ ആക്സസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എന്താണ് എന്ന് മനസ്സിലാക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ വാക്കിലേക്ക് നമുക്കൊന്ന് നോക്കാം. ക്രെഡിറ്റ് കാർഡ്, ക്രെഡിറ്റ് എന്ന വാക്കിന്റെ അർത്ഥം ലോൺ എന്നാണ്. അതായത് വേറൊരാളിൽ നിന്ന് ഞാൻ പൈസ കടമെടുക്കുകയാണ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എന്റെ കയ്യിലില്ലാത്ത കാശാണ്, പക്ഷേ ബാങ്ക് എനിക്ക് ക്രെഡിറ്റ് കാർഡ് വഴി എനിക്ക് ലോൺ തരുകയാണ് എന്നാണ് ക്രെഡിറ്റ് കാർഡിന്റെ അർത്ഥം. അതായത് എന്റെ കയ്യിലില്ലാത്ത പൈസ ബാങ്ക് എനിക്ക് ലോൺ തരുന്നതിനെയാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര പൈസ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര പൈസ വരെ അങ്ങനെ ക്രെഡിറ്റ് ആയിട്ട് കിട്ടും, ലോൺ ആയിട്ട് കിട്ടും എന്ന വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടാകും. അപ്പോൾ അവിടെ എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു ക്രെഡിറ്റ് കാർഡ് എടുക്കാനായിട്ട് ഒരു ബാങ്കിനെ സമീപിക്കുകയാണ് എങ്കിൽ നമ്മൾക്ക് ആദ്യം ഒരു ക്രെഡിറ്റ് ലിമിറ്റ് ആ ബാങ്ക് നിശ്ചയിച്ചു തരും. എങ്ങനെയാണ് ക്രെഡിറ്റ് ലിമിറ്റ് നിശ്ചയിക്കുക? ഞാനൊരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ എനിക്ക് എത്ര സാലറി ഉണ്ട് എന്ന് നോക്കിയിട്ട്, അല്ലെങ്കിൽ ഞാനൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ എന്റെ ബിസിനസ് ഇൻകം എന്താണെന്ന് നോക്കിയിട്ട്, എന്റെ ക്രെഡിറ്റ് ഹിസ്റ്ററി എന്താണ്, ഞാൻ മറ്റു ബാങ്കുകളിൽ നിന്ന് കടമെടുത്തിട്ട് അത് തിരിച്ചടച്ചിട്ടുള്ള ഒരാളാണോ, സമയത്ത് അടച്ചിട്ടുള്ള ആളാണോ, അങ്ങനെ എന്റെ ഹിസ്റ്ററിയും എന്റെ ഇൻകവും എന്റെ കേപ്പബിലിറ്റീസും എല്ലാം നോക്കിയിട്ട് ഒരു ക്രെഡിറ്റ് ലിമിറ്റ് എന്റെ ബാങ്ക് എനിക്ക് നിശ്ചയിച്ചു തരും. ആ ക്രെഡിറ്റ് ലിമിറ്റ് 50,000 രൂപയായിരിക്കാം ഫോർ എക്സാമ്പിൾ. അങ്ങനെ ആ ക്രെഡിറ്റ് ലിമിറ്റ് 50,000 രൂപയാണ് എന്ന് നിശ്ചയിച്ചു കഴിയുകയാണെങ്കിൽ, എനിക്ക് അങ്ങനെ ക്രെഡിറ്റ് കാർഡ് കിട്ടുകയാണ് എങ്കിൽ ഓരോ മാസവും 50,000 രൂപ വരെ എനിക്ക് ആ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ഉപയോഗിക്കാം. അത് ബാങ്കിൽ നിന്ന് എനിക്ക് ലോൺ കിട്ടും. അങ്ങനെ ആ ഒരു ക്രെഡിറ്റ് കാർഡ് 50,000 രൂപക്ക് ഉപയോഗിക്കുകയാണ് എങ്കിൽ ഓരോ ബില്ലിംഗ് സൈക്കിളിന്റെയും അവസാനത്തെ ദിവസം അതെനിക്ക് തിരിച്ചടച്ചാലും മതി. അത് ഈസിലി ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് ജനുവരി 1-ാം തീയതി ഞാൻ എന്റെ ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്ത ഒരു എമൗണ്ട് യൂസ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ജനുവരി തീർന്നതിന് ശേഷം ഫെബ്രുവരി 1 എന്ന ദിവസത്തിലായിരിക്കും ജനുവരി എന്ന മന്തിലെ ബില്ല് ജനറേറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ 50,000 രൂപയാണ് ഉപയോഗിച്ചത് എങ്കിൽ ഫെബ്രുവരി 1-ന് 50,000 രൂപയായി എന്നൊരു ബില്ല് വരും. അതിനുശേഷം ഒരു ഓൾമോസ്റ്റ് ഒരു 20 ദിവസത്തിന്റെ ഒരു പീരീഡ് എനിക്ക് കിട്ടും ആ 50,000 രൂപ തിരിച്ച് അടക്കാനായിട്ട്. അതായത് ജനുവരി 1-ന് ഉപയോഗിച്ചതിന് ശേഷം ഫെബ്രുവരി 20 വരെ ഓൾമോസ്റ്റ് 50 ദിവസത്തിന്റെ സമയം എനിക്ക് കിട്ടുകയാണ് തിരിച്ചടക്കാനായിട്ട്. ഈ 50 ദിവസം എന്ന് പറയുന്നത് പല ബാങ്കുകളിലും പല കാർഡുകളിലും അത് വ്യത്യസ്തമായിരിക്കും. എന്നാലും അത് ഓൾമോസ്റ്റ് 50 ദിവസമായിരിക്കും ഓൾമോസ്റ്റ് എല്ലാ ബാങ്കിലും. അപ്പോൾ ഈ 50 ദിവസത്തിൽ ഞാൻ ആദ്യം ഉപയോഗിച്ച 50,000 രൂപ എനിക്ക് തിരിച്ചടച്ചാൽ മതി. ഈ 50 ദിവസത്തിനിടയിൽ എപ്പോൾ വേണമെങ്കിലും, ഇൻഫാക്ട് ആ 50-ാമത്തെ ദിവസമാണെങ്കിൽ പോലും എനിക്ക് ആ 50,000 രൂപ തന്നെ തിരിച്ചടച്ചാൽ മതി. അതിന് 1 രൂപ പോലും ഞാൻ എക്സ്ട്രാ ഇൻട്രസ്റ്റ് ആയിട്ടോ അല്ലാതെയോ തിരിച്ചു കൊടുക്കേണ്ടതില്ല എന്നുള്ളത്
എന്നുള്ളതാണ് ക്രെഡിറ്റ് കാർഡിന്റെ ഒരു മനോഹാരിത. ഇനി നമുക്ക് ക്രെഡിറ്റ് കാർഡിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഏറ്റവും ആദ്യമായിട്ട് വളരെ ഒബ്വിയസ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആണ്, അതായത് 50 ദിവസത്തേക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ലോൺ നമുക്ക് കിട്ടും എന്നുള്ളത് തന്നെയാണ്. അതായത് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം. ജനുവരി 1-ാം തീയതി 50,000 രൂപയുടെ എനിക്കൊരു ആവശ്യമുണ്ട്. 50,000 രൂപ എന്റെ കയ്യിലുണ്ട്, ആക്ച്വലി എന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ട് എന്ന് തന്നെ വിചാരിക്കുക. എന്നാലും ഞാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് 50,000 രൂപയുടെ പേയ്മെന്റ് നടത്തി. അപ്പോൾ എന്റെ കയ്യിലുണ്ടായിരുന്ന 50,000 രൂപ അപ്പോഴും എന്റെ കയ്യിലുണ്ട്. ആ 50,000 രൂപ എനിക്ക് എന്റെ സേവിങ്സ് അക്കൗണ്ടിൽ ഇട്ട് വെക്കാം, അല്ലെങ്കിൽ അത് എന്റെ ബിസിനസ്സിൽ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റിൽ ആ 50,000 രൂപ എനിക്ക് ഇട്ട് വെക്കാം. അതിനുശേഷം 50 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ 50 ദിവസത്തിന് ശേഷം മാത്രമേ എനിക്ക് ക്രെഡിറ്റ് കാർഡിന്റെ 50,000 രൂപ തിരിച്ചു കൊടുക്കേണ്ടി വരുന്നുള്ളൂ. ആ ഒരു സമയത്തിനുള്ളിൽ എന്റെ കയ്യിലുണ്ടായിരുന്ന 50,000 രൂപ കൂടുതൽ റിട്ടേൺസ് കിട്ടുന്ന ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റിൽ ഞാൻ ഇട്ട് വെക്കുകയാണെങ്കിൽ അവിടെ എനിക്ക് ആക്ച്വലി ബെറ്റർ റിട്ടേൺസ് കിട്ടാൻ, എന്റെ കയ്യിലുള്ള കാശ് എനിക്ക് കുറേം കൂടെ ജുഡീഷ്യസ്ലി നല്ല രീതിയിൽ ഉപയോഗിക്കാൻ എനിക്ക് പറ്റുന്നു. അതായത് 50,000 രൂപ ഞാനൊരു ഹയർ റിട്ടേൺ ഉള്ള എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, എന്റെ ബിസിനസ്സിൽ ഉപയോഗിക്കുകയാണെങ്കിൽ 50 ദിവസത്തിൽ നിന്ന് അതിൽ നിന്ന് 500 രൂപയോ 1000 രൂപയോ എങ്കിലും ലാഭം ഉണ്ടാവുകയാണെങ്കിൽ അതൊരു ലാഭം തന്നെയാണല്ലോ. രണ്ടാമത് സെക്യൂരിറ്റി ഫ്രം ഫ്രോഡ്. അതായത് നമ്മൾ പലപ്പോഴും ഓൺലൈൻ ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ നമ്മുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുകയാണ് എങ്കിൽ പലപ്പോഴും അവിടെ ഒരു സെക്യൂരിറ്റി റിലേറ്റഡ് പ്രശ്നമുണ്ട്. അതായത് ആരെങ്കിലും, അത് സംഭവിക്കേണ്ടതല്ല, വളരെയധികം സെക്യൂരിറ്റി ഇന്ന് ഉണ്ട്, എന്നാലും വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ നമ്മുടെ ഡെബിറ്റ് കാർഡിന്റെ ഡീറ്റെയിൽസ് ആരുടെ കയ്യിലെങ്കിലും എത്തിപ്പെടുകയാണ് എങ്കിൽ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസിന്റെ കാര്യങ്ങളിൽ ഇത് കുറച്ച് ഹൈ ചാൻസസുമാണ്. കാരണം അവിടെയൊന്നും OTP പോലും ചോദിക്കാതെ, OTPയും പിന്നും ചോദിക്കാതെ CVV കൊണ്ട് മാത്രം പലപ്പോഴും ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസിൽ നമുക്ക് പേയ്മെന്റ് നടത്താൻ പറ്റാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ ഡെബിറ്റ് കാർഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ, അതിന്റെ ഡീറ്റെയിൽസ് ആർക്കെങ്കിലും കിട്ടുകയാണ് എങ്കിൽ നമ്മുടെ ഡെബിറ്റ് കാർഡ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഡയറക്ട്ലി ലിങ്ക്ഡ് ആണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടോ അത്രയും രൂപ ഒറ്റയടിക്ക് അവർക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നതാണ്. ഇതേ സ്ഥലത്ത് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയാണ് എങ്കിൽ ക്രെഡിറ്റ് കാർഡിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡിന്റെ ഡീറ്റെയിൽസ് ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ പോലും അവർക്ക് ആ ക്രെഡിറ്റ് ലിമിറ്റ് എത്രയാണോ അത്ര മാത്രം എമൗണ്ടേ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഓൺലൈൻ ഫ്രോഡ് ആക്ടിവിറ്റീസിന്റെ റിസ്കിനെ മിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് ക്രെഡിറ്റ് കാർഡിന്റെ ഉപയോഗം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നു. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് നമ്മുടെ സിബിൽ സ്കോറിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ക്രെഡിറ്റ് കാർഡ്സ് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് സിബിൽ സ്കോർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിബിൽ സ്കോർ നമ്മുടെ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ആണ്, അതായത് ഒരു നമ്പറാണ്. ആ നമ്പർ ഉപയോഗിച്ചിട്ട് നാളെ ഏതെങ്കിലും ഒരു ബാങ്ക് നമുക്ക് ലോൺ തരണമെങ്കിൽ ആ നമ്പർ നോക്കിയിട്ടാണ് അവർ നമ്മളെ ജഡ്ജ് ചെയ്യുക. അതായത് ആ നമ്പർ നല്ലതാണെങ്കിൽ, നല്ല സിബിൽ സ്കോർ നമുക്ക് ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും നമുക്ക് കടം തരാം, പ്രശ്നമില്ല, ഈ ഒരാൾക്ക് കടം കൊടുത്താലും തിരിച്ചു കിട്ടാനുള്ള ചാൻസസ് ഹൈ ആണ് എന്ന് ബാങ്കിന് മനസ്സിലാകും. അപ്പോൾ ഒരു സാധാരണക്കാരൻ, ഒരു നോർമൽ, ഒരു ചെറിയ ആൾക്ക് ജോലി ചെയ്ത് തുടങ്ങുന്ന കാലത്ത് അയാളുടെ ക്രെഡിറ്റ് സ്കോർ, സിബിൽ സ്കോർ എപ്പോഴും വളരെ നോർമൽ ആവറേജ് സ്കോർ ആയിരിക്കും. കാരണം അയാൾ ഇതുവരെ എവിടെ നിന്നും കടം എടുത്തിട്ടില്ല. അപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡ് അയാൾ എടുത്തിട്ട് അത് സ്ഥിരമായി നന്നായിട്ട് ഉപയോഗിച്ച് എല്ലാ മാസവും ചെറിയൊരു എമൗണ്ട് ക്രെഡിറ്റ് കാർഡ് വെച്ച് ഉപയോഗിക്കുന്നുണ്ട്, എല്ലാ മാസവും സമയാസമയം അത് തിരിച്ചു മടക്കുന്നുണ്ട് എങ്കിൽ അയാളുടെ സിബിൽ സ്കോർ കൂടും. അങ്ങനെ സിബിൽ സ്കോർ കൂടിയ ഒരാൾക്ക് നാളെ ഒരു ലോൺ എടുക്കാനായിട്ട് ബാങ്കിന്റെ അടുത്ത് പോവുകയാണെങ്കിൽ, ഹോം ലോൺ ആവാം, കാർ ലോൺ ആവാം, പേഴ്സണൽ ലോൺ ആവാം, ബിസിനസ് ലോൺ ആകാം, എന്ത് ലോൺ ആണെങ്കിലും അത് എടുക്കാനായിട്ട് ബാങ്കിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അയാൾക്ക് ആ സിബിൽ സ്കോർ കൂടുതലുണ്ട് എന്നുള്ളത് വളരെ നല്ലൊരു അഡ്വാൻറ്റേജ് കൊടുക്കുന്നതാണ്. നാലാമത്തെ അഡ്വാൻറ്റേജ് യൂസ് ഇറ്റ് ഫോർ റിക്കറിംഗ് പേയ്മെന്റ്സ് എന്നുള്ളതാണ്. റിക്കറിംഗ് പേയ്മെന്റ്സ് എന്ന് വെച്ചാൽ എല്ലാ മാസവും നമുക്ക് അടയ്ക്കേണ്ട ഏതെങ്കിലും ഒരു പേയ്മെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡുമായിട്ട് ലിങ്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പല ഓൺലൈൻ പേയ്മെന്റ്സും, അതായത് ഓൺലൈൻ എന്തെങ്കിലും സബ്സ്ക്രിപ്ഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും സോഫ്റ്റ്വെയറോ എന്തെങ്കിലും പ്രൊഡക്റ്റോ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ പേയ്മെന്റ്സ് ഒക്കെ നമ്മൾ ക്രെഡിറ്റ് കാർഡുമായിട്ട് ലിങ്ക് ചെയ്യുകയാണെങ്കിൽ വളരെ സീംലെസ്ലി എല്ലാ മാസവും അതിൽ നിന്ന് ലിങ്ക് ആയിട്ട് മാസാമാസം അതിന്റെ പേയ്മെന്റ്സ് നടന്നു പോകും. അഞ്ചാമത്തെ അഡ്വാൻറ്റേജ്, വളരെ വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഒരു എമർജൻസി ഫണ്ട് നമുക്ക് എപ്പോഴും കയ്യിലുണ്ടാകും എന്നുള്ളതാണ്. അതായത് ക്രെഡിറ്റ് കാർഡ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നില്ല, എന്നാലും ഒരു ക്രെഡിറ്റ് കാർഡ് നമ്മൾ എടുത്ത് നമ്മുടെ കയ്യിൽ വെക്കുകയാണ് എങ്കിൽ, ഒരു 1,00,000 രൂപ ലിമിറ്റ് ഉള്ള ഒരു ക്രെഡിറ്റ് കാർഡ് എന്റെ കയ്യിലുണ്ട് എങ്കിൽ പെട്ടെന്ന് എന്റെ ജീവിതത്തിൽ ഒരു എമർജൻസി വന്നു, എന്റെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റി, അല്ലെങ്കിൽ എന്റെ ഫാമിലിയിലോ എനിക്കോ എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് അങ്ങനെ ഒരു വളരെ വലിയൊരു റിക്വയർമെന്റ് പെട്ടെന്ന് വന്നു, എന്റെ കയ്യിൽ കാശില്ല എങ്കിൽ അപ്പോൾ എനിക്ക് വളരെ പെട്ടെന്ന് എന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ആ പേയ്മെന്റ് നടത്താൻ പറ്റുന്നതാണ്. വേറെ എവിടെയും ഒരു ലോണിന് വേണ്ടിയിട്ടോ വേറെ ഒരാളുടെ അടുത്തോ കാശിന് വേണ്ടി ഓടുന്നതിന് പകരം വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു എമർജൻസിയുടെ സിറ്റുവേഷനിൽ എനിക്ക് എന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എന്താണല്ലേ, എന്തോരം അഡ്വാൻറ്റേജസ് ആണ് ക്രെഡിറ്റ് കാർഡ് എന്നുള്ളത്. അതായത് ഫ്രീ ആയിട്ട് നമുക്ക് പൈസ കിട്ടിയിട്ട് അതിൽ നിന്ന് കുറേ അധികം അഡ്വാൻറ്റേജസ് നമുക്ക് ക്രെഡിറ്റ് കാർഡിൽ നിന്നുണ്ട്. 50 ദിവസത്തേക്ക് ഇൻട്രസ്റ്റ് പോലും കൊടുക്കേണ്ട വളരെ വളരെ നല്ലൊരു കാര്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ. എങ്കിൽ പിന്നെ എന്തിനാണ് ബാങ്ക്സ് ഇങ്ങനെ നമ്മുടെ പുറകിൽ ഇങ്ങനെ കൂടിയിരിക്കുന്നത്? ക്രെഡിറ്റ് കാർഡ് എടുക്കൂ, ക്രെഡിറ്റ് കാർഡ് എടുക്കൂ എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് നമ്മളിങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ബാങ്കിന് എന്ത് ഇൻട്രസ്റ്റ് ആണ് ഇതിലുള്ളത്, ബാങ്കിന് എന്ത് ബെനിഫിറ്റ് ആണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്ന സ്ഥലത്താണ് ഇതിന്റെ ക്രെഡിറ്റ് കാർഡിന്റെ ഡിസഡ്വാൻറ്റേജ്
അഡ്വാൻറ്റേജസ് നമുക്ക് എന്താണ്, അതായത് നമ്മുടെ ഡിസഡ്വാൻറ്റേജസ് ആണ് ബാങ്കിന്റെ അഡ്വാൻറ്റേജ്. അതായത് ഒരു ക്രെഡിറ്റ് കാർഡ് നമ്മൾക്ക് എടുക്കുമ്പോൾ നമ്മൾ അത് ഉപയോഗിച്ചതിന് ശേഷം, നേരത്തെ പറഞ്ഞു 50 ദിവസം വരെ അതിന് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. വാട്ട് ഇഫ് 50 ദിവസം കഴിഞ്ഞു, അതായത് 50 ദിവസത്തിനുള്ളിൽ നമ്മൾ പേയ്മെന്റ് കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ എന്താണ് പ്രശ്നം? അവിടെയാണ് ബാങ്കിന് ബെനിഫിറ്റ് ഉള്ളത്. 50 ദിവസം കഴിയുകയാണ് എങ്കിൽ വളരെ ഹൈ ഇൻട്രസ്റ്റ് ആണ് ആ ഒരു എമൗണ്ടിന് വരുന്നത്. ആ ഉപയോഗിച്ച എമൗണ്ടിന്റെ പുറത്ത് ബാങ്ക് ടു ബാങ്ക് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്നാലും ഒരു ആവറേജ് ഒക്കെ പിടിക്കുകയാണെങ്കിൽ 36% പെർ ആനം, 36% ആനുവൽ ഇൻട്രസ്റ്റ് ആണ് അതിന്റെ പുറത്ത് വരുന്നത്, വിച്ച് ഇസ് വെരി 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 ഹൈ. ഒരു എക്സാമ്പിൾ, അതിനൊരു റെഫറൻസ് പറയാനാണ് എങ്കിൽ ഇന്നൊരു പേഴ്സണൽ ലോൺ ഒക്കെ നോക്കുകയാണെങ്കിൽ പേഴ്സണൽ ലോൺ ഒരു മിനിമം 14%, മാക്സിമം ഒരു 18% വരെ പേഴ്സണൽ ലോൺ 18% ഇൻട്രസ്റ്റ് പെർ ആനം എന്ന റേറ്റിൽ പേഴ്സണൽ ലോൺസ് കിട്ടുന്നുണ്ട്. ആ ഒരു കേസിലാണ് ക്രെഡിറ്റ് കാർഡിൽ 50 ദിവസം കഴിയുകയാണ് എങ്കിൽ 36-40% ഒരു ഇൻട്രസ്റ്റ് വരുന്നത്. ഒരു വളരെ വലിയ എമൗണ്ട് ആണ്. അതുമാത്രമല്ല 50 ദിവസം കഴിഞ്ഞ് 51ാമത്തെ ദിവസം മാത്രമല്ല അതിന്റെ ആ ഒരു ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരുന്നത്. ആ 50 ദിവസം ക്രോസ് ചെയ്ത് അവർ പറയുന്ന ദിവസം ക്രോസ് ചെയ്യുകയാണ് എങ്കിൽ നമ്മൾ എന്നാണോ കാശ് എടുത്തത്, ആ ജനുവരി 1-നാണ് എടുത്തതെങ്കിൽ ടോട്ടൽ 50 ദിവസത്തിന്റെയും ഇൻട്രസ്റ്റ് അന്ന് മുതൽ ആഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ ഒരു വളരെ വലിയൊരു പ്രശ്നമുണ്ട്. ഇത് നമുക്ക് പ്രശ്നമാണ്, ബാങ്കിന് അതൊരു ബെനിഫിറ്റ് ആണ്. രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ സിബിൽ സ്കോറിനെ അഫക്ട് ചെയ്യും എന്നുള്ളതാണ്. ഇങ്ങനൊരു പ്രശ്നം വരികയാണ് എങ്കിൽ നമ്മൾ തിരിച്ചടക്കാൻ പറ്റാതെ കുറച്ച് ദിവസം അത് ഡിലേ ആയി പോവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വളരെ മോശമായ രീതിയിൽ നമ്മുടെ സിബിൽ സ്കോർ താഴേക്ക് പോകും. അത് നമ്മുടെ ഫ്യൂച്ചറിൽ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും ബാങ്കുമായിട്ടുള്ള പല ട്രാൻസാക്ഷൻസിലും നമുക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഒരു ക്രെഡിറ്റ് കാർഡ് നമുക്ക് കിട്ടുമ്പോൾ അത് ഉപയോഗിച്ച് ATM-ൽ നിന്ന് എത്ര കാശായിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ്, ആ ക്യാഷ് വിഡ്രോയൽ ലിമിറ്റ് നമ്മൾ ക്രോസ് ചെയ്യുകയാണ് എങ്കിൽ 3000 രൂപയാണ് ക്യാഷ് വിഡ്രോയൽ ലിമിറ്റ്, 4000 രൂപ അല്ല പോട്ടെ 3001 രൂപയെങ്കിലും നമ്മൾ എക്സ്ട്രാ അതിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അന്നേ ദിവസം മുതൽ അപ്പോൾ മുതൽ ആ എക്സ്ട്രാ എടുത്തിരിക്കുന്ന എമൗണ്ടിന്റെ പുറത്തും ഒരു 36%ഓളം ഉള്ള ഒരു ആനുവൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ ഓൾറെഡി ഒരു ക്രെഡിറ്റ് ട്രാപ്പിൽ പെട്ടുപോയ ആളാണെങ്കിൽ, ഓൾറെഡി 36% ഇൻട്രസ്റ്റ് കൊടുക്കാൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, അതും മര്യാദക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, അതും എല്ലാം അതിന്റെ മുകളിൽ ആഡായി ആകെ പ്രശ്നമായിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എനിക്കൊരു അഡ്വൈസ് തരാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തുള്ള ഒരു ബാങ്കിൽ പോയിട്ട് ഒരു പേഴ്സണൽ ലോൺ എടുക്കുക. പേഴ്സണൽ ലോൺ 14-15% പെർ ആനം ഇൻട്രസ്റ്റിൽ കിട്ടേണ്ടതാണ്. ഇനി 18% പെർ ആനത്തിൽ ആണ് അവർ തരുന്നതെങ്കിൽ പോലും അത് ഹാപ്പിലി എടുക്കുക. ആ എമൗണ്ട് എടുത്തിട്ട് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിന്റെ എമൗണ്ട് ലോൺ നിങ്ങൾ അടച്ചു തീർക്കുക. കാരണം 36% ക്രെഡിറ്റ് കാർഡിന്റെ ഇൻട്രസ്റ്റ് വരുന്നത്. ഇവിടെ 18-ന് കിട്ടിയാൽ പോലും പകുതിയായിട്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റ് കുറയുകയാണ്. ഇനി ബാങ്കുകളിൽ നിന്ന് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തുനിന്നോ ഫാമിലിയുടെ അടുത്തുനിന്നോ എങ്ങനെയെങ്കിലും എമൗണ്ട് അറേഞ്ച് ചെയ്തിട്ട് ക്രെഡിറ്റ് കാർഡിന്റെ ഇൻട്രസ്റ്റ് എത്രയും പെട്ടെന്ന്, ക്രെഡിറ്റ് കാർഡിന്റെ എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അതായത് ഇവിടെ കാണാൻ പറ്റുന്നത് ക്രെഡിറ്റ് കാർഡ് ഒരു വളരെ 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 നല്ലൊരു സാധനമാണ്. അതിനെ മോശമാക്കുന്നത് നമ്മളാണ്. നമ്മൾ അതിനെ മോശമായിട്ട് ഉപയോഗിക്കുന്നതാണ് ക്രെഡിറ്റ് കാർഡിന് ഒരു പ്രശ്നക്കാരിയാക്കുന്നത്. കാരണം പലപ്പോഴും പലരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കരുത്, ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ദൂരെ നിൽക്കൂ, ക്രെഡിറ്റ് കാർഡിൽ കൈ വന്ന പ്രശ്നമുണ്ടാകും. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് ഒരിക്കലും പ്രശ്നക്കാരനല്ല, നിങ്ങളാണ്. ഇൻഫാക്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് സൃഷ്ടിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ക്രെഡിറ്റ് കാർഡ് കയ്യിലേക്ക് വരുമ്പോൾ തന്നെ കണ്ണ് മഞ്ഞളിച്ചിട്ട് കണ്ണും പൂട്ടിയുള്ള ചെലവുകളെല്ലാം നിങ്ങൾ ഒഴിവാക്കുക. എപ്പോഴും ഇന്റലിജന്റ്ലിയും ജുഡീഷ്യസ്ലിയും നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻകം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് മാത്രം നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. ഇതിനൊരു ഗെയിം ആയിട്ട് കണക്കാക്കുക. അതായത് ബാങ്കാണ് നിങ്ങളുടെ അപ്പുറത്ത് നിൽക്കുന്നത്. നിങ്ങൾക്ക് നഷ്ടം വരികയാണെങ്കിൽ അത് ബാങ്കിന് ഗെയിൻ ആണ്. അപ്പോൾ ബാങ്കിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം. അതായത് നിങ്ങൾ ബാങ്കിന്റെ അടുത്ത് നിന്ന് ഓരോ തവണയും കാശ് എടുത്തിട്ട് 50 ദിവസം ഉപയോഗിച്ചിട്ട് ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ തിരിച്ചടച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് അവിടെ ചെറുതായിട്ട് സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ബാങ്കിനെ തോൽപ്പിക്കണം എന്നൊരു ചിന്തയിലൂടെ ഞാൻ എപ്പോഴും കാശ് എടുക്കും, 50 ദിവസത്തിൽ തന്നെ ഞാൻ തിരിച്ചടക്കും, ബാങ്കിന് ഞാൻ ഇൻട്രസ്റ്റ് കൊടുക്കില്ല എന്നൊരു ചിന്തയിലൂടെ, ബാങ്കിനെ തോൽപ്പിക്കണം എന്ന ചിന്തയിലൂടെ അതിനൊരു ഗെയിം ആയിട്ട് കണ്ടുകൊണ്ട് വളരെ ജുഡീഷ്യസ്ലി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കണം എന്നൊരു വളരെ നല്ല മെസ്സേജാണ് എനിക്കിന്ന് തരാനുള്ളത്. വീഡിയോ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ഉപയോഗപ്പെട്ടു എന്നും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഹെൽപ്പ് ചെയ്യുമെന്നുള്ളവരിലേക്ക് ദയവായി ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. മാക്സിമം ആൾക്കാരിലേക്ക് അത് എത്തിച്ചു കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ താഴെ ചെന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇതുപോലെ റെഗുലർലി കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ട്യൂസ്ഡേയ്സും തേഴ്സ്ഡേയ്സും സാറ്റർഡേയ്സും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് കുറച്ച് വളരെ ചൂടുള്ള ദിവസമാണ്. ഈ വേർത്ത് പോയതിനൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്നുകൂടി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത തവണ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.